ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നാടൻ വരാൽ കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വരാൽ, പിന്നെ ഇതാ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്ന ലെവൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവ് വേണ്ടവർക്ക് ഇത്തിരിയും കൂടി മുളക് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടികളൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാനിതാ ഒരു സവാള ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ, അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മീൻ കറിയിലേക്കുള്ള അരപ്പാട്ടതോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ മഞ്ഞൾപ്പൊടി നേരെ ഇതിലേക്ക് അരപ്പിലേക്കാട്ടോ ചേർക്കുന്നത്. അങ്ങനെ ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്ക് ചട്ടി എടുക്കാം. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതാ ഒരു ഉണ്ട പുളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പുളി വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ പുളിവെള്ളം അരപ്പും കൂടിയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ കറിവേപ്പില, ഒരു പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷമാണ് ഞാൻ ഗ്യാസ് ഓൺ ആക്കിയത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വേവിക്കാൻ വെക്കാം കേട്ടോ. അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ മൂടി വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്കുള്ള വരാലിട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വരാലിട്ട് കൊടുക്കാം. ഇപ്പോഴത്തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരാലിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വരാൽ നമുക്കൊരു 10-15 മിനിറ്റ് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സിമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞു. നല്ല മീൻകറിയുടെ സ്മെല്ലൊക്കെ വരുന്നിട്ടുണ്ട്. വരാലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല നാടൻ വരാൽ കറി അതാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മീൻകറിയിലേക്ക് വറുത്തിടാനുള്ള ചെറിയുള്ളി ഞാൻ ചെറുതാക്കി വട്ടത്തിലരിഞ്ഞത് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മീൻകറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മീൻകറി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പോൾ വരാലെന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഏത് മീനായാലും നമുക്ക് ഈ രീതിയിൽ വെക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.